അന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ബസ്സിൽ കയറുന്നവരുടെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് സ്ഫോടനത്തിൽ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും കൊല്ലപ്പെട്ടിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം 49 പേരാണ് സ്ഫോടനത്തിൽ കൂടുതൽ വിവരങ്ങളുമായി ഇവൻ മരിച്ചിട്ടില്ല. നമ്മളോടൊപ്പം ഞാനെന്ന് പറഞ്ഞില്ലേ മുംബൈയിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പിനെ കുറിച്ച്, അതിനകത്തുള്ളതാ ഇവൻ. പക്ഷെ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കേസല്ലേ? അപ്പൊ എങ്ങനെയാ ഇവ അവിടെ? ഇത് അതുപോലത്തെ വേറെ ആരെങ്കിലും ആയിരിക്കുന്നേ? അല്ലല്ല, ഇതവൻ തന്നെയാ. സത്യവാ, നമുക്ക് നമ്മുടെ പണി ചെയ്യാം. ഇതെന്തോ കുഴപ്പമുണ്ടെന്നേ. ഇതവൻ തന്നെയാ. ഇനി രാഷ്ട്രപതിയുടെ മുന്നിൽ ദയാഹർജി സമർപ്പിക്കുക മാത്രമാണ് ശിക്ഷയിൽ ഇളവ് കിട്ടാൻ ബാലന്റെ മുന്നിലുള്ള ഏക പോംവഴി. വേറെന്തെങ്കിലും വഴിയുണ്ടോ? ഇങ്ങനൊരു കേട്ടുകേൾവി മാത്രം വെച്ചുകൊണ്ടൊരു കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതിന് തക്കതായ തെളിവുകളുണ്ടെങ്കിലേ ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊക്കെ ഒത്തിരി ടൈം എടുക്കും. നമ്മുടെ ഇപ്പം അത്രയും ടൈമില്ലല്ലോ. ഒരുപക്ഷെ നമ്മളിതൊക്കെ തയ്യാറാക്കി ചെല്ലുമ്പോഴേക്കും ശിക്ഷ നടപ്പാകും. വധശിക്ഷയാണെങ്കിൽ പ്രസിഡന്റ് വിചാരിച്ചാൽ ചിലപ്പോൾ ഇളവ് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ദയാഹർജി കൊടുക്കാൻ ബാലനാരുമില്ല. മോളുടെ പേരിൽ ഹർജി കൊടുക്കാൻ നോക്കിയപ്പോൾ ബാലന്റെ ഭാര്യ വീട്ടുകാരെ ഉടക്കി. അവർ സമ്മതിച്ചില്ല. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞാൻ കുറ്റക്കാരനല്ലെന്ന് എൻ്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ. ആ സന്തോഷത്തിൽ അങ്ങോട്ട് പോവാ. എന്ന് പോകട്ടെ. ഇക്കൊന്നും പറഞ്ഞില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞോടാ? നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ബാലൻ ചെയ്ത് തെറ്റ് തന്നെയാണ്. അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷയാണ് അയാൾക്ക് കിട്ടിയത്. അയാളുടെ കാര്യം വിട്ടേക്ക്. ഈ കുഞ്ഞിനൊന്നും ഓർത്തൂടെ? ഈ കുഞ്ഞിന് അവളുടെ അച്ഛനെ അവസാനമായിട്ട് കാണണമെന്ന ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? നമ്മളായിട്ട് അത് തടയരുത്. നിങ്ങൾ ആരും വരണ്ട. ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി അവളുടെ അച്ഛനെ കാണിച്ചിട്ട് ഭദ്രമായി തിരിച്ചിവിടെ കൊണ്ടുവന്നെത്തിക്കാം. ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ഇതാരാ? അച്ഛനെ കൊച്ചപ്പോഴാ വന്നേ? ഓ, അച്ഛനെപ്പ വരുന്നേ? കൂട്ടില്ലേ? അച്ഛൻ മാത്രം ഉമ്മച്ചും കൂട്ടില്ലേ? ഉമ്മച്ചി മരിച്ചുപോയില്ലേ? മരിച്ചുപോയിരുന്നാ? മരിച്ചു പോയാലും ഞാൻ കൂട്ടുന്നുണ്ട്. വിശേഷം പറ. എന്റെ കൂട്ടുകാരൊന്നും എന്നോടിപ്പം ഉണ്ടാറില്ല. കൊച്ചു സ്കൂളിൽ പോകുമ്പോ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ കളിയാക്കും. അതൊന്നും കിട്ടേണ്ട കൊച്ചു വേദനിക്കണ്ടട്ടാ. അച്ഛനൊന്നും ചെയ്തില്ലെന്ന് കൊച്ചിനറിയാലോ. അറിയില്ലേ? അപ്പൊ ചിലപ്പോ എത്തിങ്ങാനല്ലാക്കും. പിള്ളേർക്ക് പഠിച്ചവൻ കൂട്ടിനുണ്ടാവും. എന്ത് വിഷമം വന്നാലും പഠിച്ചവനോട് പറഞ്ഞാൽ മതി. പഠിച്ചവൻ കാക്കും. ചിരിച്ചേ. ശരിയല്ലേ? സത്യ നോക്കുന്നില്ല മാറ്റോളൂ. എന്തു പറ്റി? ഉറക്കം വരുന്നില്ലേ? ഒന്നുമില്ല, നീ ഉറങ്ങിക്കോ, ഞാൻ വന്നോളാം. നിന്റെ അവന്റെ ചാനൽ ഇങ്ങനെ വല്ല കാണിച്ചാൽ ബാക്കിയാ വെച്ചേക്കല്ലോ. അവന്റെ ഒരു കരിപുറണ്ട ജീവിതങ്ങൾ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ആവർത്തിച്ചാലുണ്ടോ
ഈ യൂട്യൂബർ സ്റ്റീഫൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഇനി താഞ്ചല്ലേ നിങ്ങൾ ചെയ്തത് സത്യനാഥനല്ലേ? അതെ, തെറി പറഞ്ഞു തല്ലരുത്. ഞാൻ അതിനൊന്നല്ല. എന്തായിരുന്നു അത്? അതിവിടെ ഒരു ബ്യൂട്ടി പാർലറിനുള്ളിൽ ക്യാമറ വെച്ചിട്ട് ഡൈ ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചൊരു വ്ളോഗ് ചെയ്തു. അതിന്റെ സന്തോഷ പ്രകടനമായിരുന്നു. എന്തായിരുന്നു ബ്ലോഗ്? കരിപുരണ്ട ജീവിതങ്ങൾ. ഈ കരിപുരണ്ട ജീവിതങ്ങളെ കുറിച്ചല്ലാതെ നഷ്ടപ്പെടുന്ന ജീവനെ കുറിച്ച് എഴുതാൻ ധൈര്യമുണ്ടോ? ഐറ്റം ഉണ്ടോ? ഉണ്ട്. വൈറലാവോ? ആവോ. ഗായിക്ക് എന്നാ വേണ്ടേ? എനിക്കൊരു മെയിൽ അയക്കണം. ഗായ അയച്ചു. സ്വന്തം പോലെ അയച്ചോ കേട്ടോ. പാസ്വേഡൊന്നുമില്ല. ഇത് കുഴപ്പമാവൂലേ? സത്യം പറയാൻ പേടിക്കണം. സർ, ആ പോരാ. താൻ പ്രസിഡന്റിന് ഇമെയിൽ അയച്ചോ? ഒന്നല്ല 10-15 ശ്രദ്ധിക്കപ്പെടാണ്ട് പോണ്ടല്ലോ എന്ന് വെച്ചിട്ടാ കൂടുതൽ അയച്ചത്. ഇയാൾക്കേ പ്രസിഡന്റിനെ നേരിട്ട് കാണണമെന്ന്, ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത്രേ. പ്രസിഡന്റിനെതിരെ ഭീഷണി മുഴക്കിയ ആളാണ് താൻ. അതുകൊണ്ട് അദ്ദേഹമുള്ള സ്റ്റേറ്റിൽ നിൽക്കാൻ പോലും പറ്റില്ലെന്ന് അറിയില്ലേ? സാർ, അത് ബാലന് വേണ്ടി ദയാകർജി കൊടുക്കാനുള്ള ശ്രമത്തിനിടയിൽ പറ്റിപ്പോയ ഒരു അബദ്ധമാണെന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് കൊടുത്തൂടെ? അതൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ ഇയാൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്ഫോടന കേസിലെ പ്രതിയാ. ചത്തനെ പോലീസുകാര്. ഇതാരാ? നീ ആരടാ എങ്ങോട്ടേ കുത്തിക്കറി പറഞ്ഞത്? സാറേ, ഞാനേ ഇവിടുത്തെ SI വിളിച്ചിട്ട് വന്നാ. SI സാർ വിളിച്ചതേ ചോദ്യം ചെയ്യാനാ, കല്യാണം കൂടാനല്ല. വണ്ടി എടുത്ത് മാറ്റാ. സാറേ, നിയമമൊക്കെ എല്ലാവർക്കും ഒരുപോലെ അല്ലേ? പോലീസ് ഇപ്പൊ ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ. എന്നാ ജീപ്പ് എടുത്ത് നിന്റെ വീട്ടിൽ കൊണ്ടുണ്ട്. തന്റെ അമ്മായിയപ്പനുണ്ടല്ലോ ചൗരാചേട്ടൻ, ഒരുപാട് കാലമായിട്ട് അങ്ങേരെ എനിക്കറിയാം. ഒരു സാധു മനുഷ്യനാണ്. താൻ അയാൾക്കും കുടുംബത്തിനും ഒരുപാട് മനോവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. തന്നെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് താനൊരു കുഴപ്പക്കാരനല്ലെന്ന റിപ്പോർട്ട് തയ്യാറാക്കി തന്നെ ആ ലിസ്റ്റിൽ നിന്ന് എങ്ങനെയും ഒഴിവാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനിടയിൽ ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. പോയി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. സാർ, അയാൾ നിരപരാധിയാണ്. തൂക്കിക്കൊല്ലാൻ പോവുക. എന്ത് നീതികേട് കണ്ടാലും പ്രതികരിക്കാതെ വാപുത്തി നിൽക്കുന്നതാണോ മര്യാദക്കുള്ള ജീവിതം?